Hi students. So today we will discuss the important questions that we have to study in for the exam. Okay. So നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ് നമ്മുടെ SART ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം പുതിയൊരു പാറ്റേൺ ആണ്, ന്യൂ പാറ്റേൺ ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്. കുറച്ച് മുന്നത്തേതിലും കുറച്ച് വൈഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അതൊരു പരിചയം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ടീച്ചർ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ ആദ്യം മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. സോ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ വീഡിയോയിൽ ഞാൻ ഇതില്ല, കുറച്ച് പാർട്ടായിട്ടാണ് ഇടുക. കാരണം കുറേ വലിയൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഫസ്റ്റ് 2 ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനോ ഒന്ന് ഡിസ്കസ് ചെയ്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. നിർബന്ധമായിട്ടും എല്ലാവരും ഇത് കണ്ട് പഠിച്ചു വെക്കണം. കാരണം ഇതേ പാറ്റേണിലാണ് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ. നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ വരുള്ളൂ, പക്ഷെ അതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന രീതി കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഈ പ്രാവശ്യം മുതൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യൻ തന്നെ കുറച്ച് സബ് ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നല്ല ശ്രദ്ധയോടെ നന്നായിട്ട് കെയർ ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. സോ എല്ലാവരും എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ യു ഷുഡ് റീഡ് ദ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി ആൻഡ് കെയർഫുള്ളി. ഓക്കെ. നന്നായിട്ട് ശ്രദ്ധിച്ച് വായിക്കുക. ഓക്കെ. സോ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ എത്ര ടൈം ഉണ്ട്, നിങ്ങളുടെ എക്സാം എത്ര ടൈം വരുന്നുണ്ട്, അതുപോലെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്, അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. സോ യു ഹാവ് 2 hours and 15 minutes എക്സാം ആണ് നിങ്ങൾക്കുള്ളത്. സോ ഔട്ട് ഓഫ് ദിസ് നിങ്ങൾക്ക് ടോട്ടൽ 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. യു ഹാവ് ടു ആൻസർ ഓൾ ദി 6 ക്വസ്റ്റ്യൻസ്. ഓക്കെ. സോ എമംഗ് ദീസ് 6 questions, fifth question and sixth you have choices. Okay. For fifth questions and sixth question you have choice A and B. Okay. If you want to write the A part question, you can write that, or B part, anyone you should attempt. ഓക്കെ. എല്ലാ ക്വസ്റ്റ്യൻസും എഴുതണം, 6 ക്വസ്റ്റ്യനും എഴുതണം. അതിൽ ഫിഫ്ത്ത് ക്വസ്റ്റ്യനും സിക്സ്ത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. 2 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാവും ഓരോന്നിലും. ഫിഫ്ത്ത് ക്വസ്റ്റ്യനും 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, സിക്സ്ത് ക്വസ്റ്റ്യനും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നത്, പെർഫെക്റ്റ് ആയിട്ട് അറിയുന്നത്, ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം. ഇപ്പം ഫിഫ്ത്തിൻ്റെ എ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ അറിയെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഇനി ബി ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ എനിക്കറിയാം, നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ദി ബി പാർട്ട് ക്വസ്റ്റ്യൻ. ഓക്കെ. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ എ അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. അതേപോലെ സെയിം വേ സിക്സ്ത് ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു എ ക്വസ്റ്റ്യനും ഉണ്ടാവും, ബി ക്വസ്റ്റ്യനും ഉണ്ടാവും. യു ക്യാൻ റൈറ്റ് എനി ക്വസ്റ്റ്യൻ, എനി വൺ ഓഫ് ദി പാർട്ട്, എ പാർട്ട് ഓർ ബി പാർട്ട്, ഏതെങ്കിലും ഒന്നുണ്ട്. എങ്ങനെ വന്നാലും 6 ക്വസ്റ്റ്യനും 6 ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഫിഫ്ത്തിലും സിക്സ്ത്തിലും നിങ്ങൾക്ക് എ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഓക്കെ. രണ്ടിനും ചോയ്സ് വരുന്നുണ്ട്. ഐ വിൽ ഷോ യു ദാറ്റ് ക്വസ്റ്റ്യൻസ്. ഞാൻ കാണിച്ചു തരാം, അപ്പം അത് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ. ഇത്രയാണ് എക്സാമിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. One second. Okay. ഓക്കെ. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. സോ നോക്കൂ, ഇത്ര ലാർജ് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഓരോന്നും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒരുപാട് സബ് ക്വസ്റ്റ്യൻ. ഇവിടെ തന്നെ നമുക്ക് എ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ബി ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അതേപോലെ സി ക്വസ്റ്റ്യൻ, ഡി ക്വസ്റ്റ്യൻ. ആൻഡ് ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് എന്ത് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഓക്കെ. ഓക്കെ.
Okay, now first question. Let's read the question. 5, 3, 4, 2, 7. That is 53,427 is the number. Is a 5-digit number. Okay, that we know. Is a 5-digit number made without repeating its digit. Means ഇവിടെ ഒരു ഡിജിറ്റ് പോലും റിപ്പീറ്റ് ചെയ്യാണ്ട് വന്നിട്ടുള്ള ഒരു 5-ഡിജിറ്റ് നമ്പറാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അതാണ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ എക്സാം എഴുതുന്ന സമയത്ത് യു ക്യാൻ റൗണ്ട് ദാറ്റ് ഫിഗേഴ്സ്. ഇപ്പൊ നിങ്ങൾ ഇത് റൗണ്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കതിലേക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടും. അപ്പൊ റൗണ്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. വിത്തൗട്ട് റിപ്പീറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം ഒരു തവണ വായിക്കുമ്പോൾ. ഓക്കെ, so first sub-question idana, which is the smallest 5-digit number? So you can underline the term smallest 5-digit number. അപ്പോൾ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ വീണ്ടും നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് വായിക്കേണ്ടി വരില്ല. ഓക്കെ, ഈ രീതിയിൽ തന്നെ വായിക്കുക കേട്ടോ. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് 5-digit number. സോ അണ്ടർലൈൻ ദ ടേം സ്മോളസ്റ്റ് 5-digit number that can be made using all the above digits. So you are given one number, that is 53427. This is the number. Okay, based on this number you have 5 questions. Okay, based on this number. Okay, first question is this: which is the smallest 5-digit number that can be made using all the above digit? ഇവിടെ തന്നിട്ടുള്ള ഈ നമ്പറിലെ എല്ലാ ഡിജിറ്റ്സും ഉപയോഗിച്ച് എന്ത് ചെയ്യണം? What you have to do? You have to make another number which is the smallest 5-digit number. You have to make it. So which is the smallest 5-digit number? So select the smallest number among them. ഇതാണ് ഏറ്റവും ചെറിയ നമ്പർ 2. So write that number first. Okay, 2. The next smallest, next number will be 3. Okay, 3. Next will be 4. And next large number 5. So largest number 7. So this is the answer. Okay, this will be the smallest 5-digit number that can be made using the digits of the given number. ഈ നമ്പറിലെ ഡിജിറ്റ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് നമ്പർ ആണ് ഏത്? 2, 3, 4, 5, 7. ക്ലിയർ? എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്? ഏറ്റവും സ്മോളസ്റ്റ് ഡിജിറ്റ് എടുക്കുക, അതിൻ്റെ തൊട്ട് മുകളിൽ ഉള്ള നമ്പർ എടുക്കുക, മീൻസ് തൊട്ട് ലാർജർ എടുക്കുക, അതിൻ്റെ തൊട്ട് ലാർജർ, ദെൻ അതിൻ്റെ തൊട്ട് ലാർജർ, ഏറ്റവും ലാർജസ്റ്റ് ലാസ്റ്റ് എഴുതും. സോ ആൻസർ ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 2, 3, 4, 5, 7. ഇത്രയേ ഉള്ളൂ ആൻസർ. സോ വായിക്കും നമുക്ക് വലിയ എന്തോ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും, പക്ഷേ ആൻസർ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ? ഓക്കെ, ദെൻ ബി പാർട്ട് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ ഡിജിറ്റ് ഇൻ ദ വൺസ് പ്ലേസ്? ഓക്കെ, വൺസ് പ്ലേസ് ഓഫ് ദി ലാർജസ്റ്റ് 5-digit നമ്പർ. സോ ഇതെല്ലാം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്ന് നോക്കുമ്പോൾ പിന്നെ ഈ ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് വായിക്കേണ്ട. വൺസ് പ്ലേസിലുള്ള ലാർജസ്റ്റ് നമ്പറിൻ്റെ വൺസ് പ്ലേസിലുള്ള നമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് അറിയോ ഏതാ ലാർജസ്റ്റ് 5-digit നമ്പർ? ഈ നമ്പർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയത് ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാണെന്ന് അറിയില്ല. സോ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ലാർജസ്റ്റ് നമ്പർ ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ ലാർജസ്റ്റ് നമ്പർ എഴുതുമ്പം ഫസ്റ്റ് എന്ത് ചെയ്യുക? ഏറ്റവും ലാർജസ്റ്റ് ഡിജിറ്റ് എഴുതുക. ദാറ്റ് ഈസ് 7, ദെൻ 5, ദെൻ 4, 3, 2. This is the largest 5-digit number that can be made by this number. Okay, so question is this: what is the digit in ones place? Which is the ones place here? Yes, this is the ones place. So the digit in ones place is 2. So answer is 2. Simple. Okay. So next say part: which is the correct statement about the difference between largest and smallest 5-digit number? അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് എഴുതിയിട്ടുണ്ട്. ദിസ് ഇസ് ദ സ്മോളസ്റ്റ് നമ്പർ,
ആൻഡ് ദിസ് ഈസ് ദി ലാർജസ്റ്റ് നമ്പർ. അപ്പം ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഏതായിരിക്കും, അല്ലെങ്കിൽ ആ ഡിഫറൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിലേതാണ് കറക്റ്റായിട്ട് വരിക? അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഡിഫറൻസ് ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്യാം? 75432 മൈനസ് 23457. ഒന്ന് ചെയ്തു നോക്കൂ. കുറച്ച് സമയം എടുത്ത് ഒന്ന് ചെയ്തു നോക്കൂ. ഇതിന്റെ ഡിഫറൻസ് എത്ര വരും എന്നൊന്ന് നോക്കൂ. ടീച്ചർ വെയിറ്റ് ചെയ്യാം. ആൻസർ ഇതാണ് വരുന്നത്. 51975 ആണ് ആൻസർ വരിക. ഓക്കെ, ദിസ് ഇസ് ദ ആൻസർ. ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഡിഫറൻസ് കണ്ടു. ആ ഡിഫറൻസിനെ കുറിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ആൻസർ? ഫസ്റ്റ് വൺ, മോർ ദാൻ 50,000. ഇതിന്റെ ആൻസർ ഇത് എത്ര നമ്പർ? 51,975. സോ ക്വസ്റ്റ്യൻ ആൻഡ് ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ്, മോർ ദാൻ 50,000 എന്നാണ് ഓപ്ഷൻ. കറക്റ്റ് അല്ലേ? 50,000-നേക്കാൾ വലിയ നമ്പർ അല്ലേ 51,975 അല്ലേ? ലെസ് ദാൻ 50,000 ആണോ? അല്ല, ഈ ഓപ്ഷൻ അല്ല. 7 ഈസ് ഇൻ വൺസ് പ്ലേസ് ആണോ? വൺസ് പ്ലേസിൽ 7 ആണോ വന്നിട്ടുള്ളത്? അല്ല, 5 ആണ് വന്നിട്ട്. സോ ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ദെൻ ബിറ്റ്വീൻ 60,000 ആൻഡ് 70,000 ആണോ ആൻസർ? അല്ല, 60,000-ന്റെ അടുത്ത് പോലും വന്നിട്ടില്ല. 51,975 ഉള്ളൂ. സോ ഈ ഓപ്ഷനും തെറ്റാണ്. കറക്റ്റ് ഓപ്ഷൻ ഇതാണ്. സോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് എഴുതാൻ പറഞ്ഞത്. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ്. അപ്പൊ ആദ്യം നമ്മൾ ഡിഫറൻസ് കാണുക, എന്നിട്ട് നമ്മൾ ആ ആൻസർ ഒന്ന് എന്ത് ചെയ്യുക? അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഓപ്ഷനിലേക്ക് നോക്കാം. ക്ലിയർ? ഇപ്പൊ സി പാർട്ട് കുറച്ച് ചെയ്യാനായിട്ട് കുറച്ച് 2-3 സ്റ്റെപ്പ് കൂടുതലുണ്ട്. കുഴപ്പമില്ലല്ലോ? ഓക്കെ. ദെൻ ഡി ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് എ 5-digit പാലിൻഡ്രോമിക് നമ്പർ യൂസിങ് ദ ഡിജിറ്റ്സ് 5, 3, 4. അപ്പൊ പറഞ്ഞിരിക്കുന്നത് ഈ 3 ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു 5-digit പാലിൻഡ്രോമിക് നമ്പർ കണ്ടുപിടിക്കണം. എന്തായിരുന്നു പാലിൻഡ്രോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ? നമ്മളൊരു നമ്പർ എഴുതി അത് തിരിച്ചിട്ടാലും സെയിം നമ്പർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 131 തിരിച്ചിട്ടാൽ എന്ത് തന്നെയാണ്? 131. സോ ദാറ്റ് ഈസ് എ പാലിൻഡ്രോമിക് നമ്പർ. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ 534 ഉപയോഗിച്ചിട്ട് ഒരു 5-digit പാലിൻഡ്രോമിക് നമ്പർ എഴുതാനാണ്. കുഴപ്പമില്ല, സെയിം നമ്പേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം? ഞാനൊരു നമ്പർ എഴുതാം. ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. പക്ഷെ എഴുതുന്ന നമ്പർ തിരിച്ചിടുമ്പം സെയിം നമ്പർ ആയിരിക്കണം. അപ്പൊ എങ്ങനെ എഴുതാം? ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. 54345. തിരിച്ചിട്ട് നോക്കൂ. 54345 അല്ലേ? അല്ലെങ്കിൽ ഏത് വേറെ എക്സാമ്പിൾ പറയൂ? 45354. 45354 തിരിച്ചിട്ടാലും അത് തന്നെയല്ലേ? യെസ്, സെയിം ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഏത് എക്സാമ്പിൾ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ ഓക്കെ, ഇത് തന്നെ വേണമെന്നില്ല. തിരിച്ചിടുമ്പോഴും നേരെ എഴുതുമ്പോഴും തിരിച്ചിടുമ്പോഴും ഒരേ നമ്പർ തന്നെ ആയിരിക്കണം. ദാറ്റ് ഈസ് ദ മെയിൻ ക്രൈറ്റീരിയ. ഓക്കെ, അതാണ് മെയിൻ ക്രൈറ്റീരിയ. അത് അങ്ങനെ തന്നെ ആയിരിക്കണം. ക്ലിയർ ആയോ? ഓക്കെ, സോ ഡി ക്വസ്റ്റ്യനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി 4-digit numbers can be made using the digits 0, 1, 2 and 3 with 0 in the hundreds place? അപ്പൊ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പഠിച്ചത് തന്നെയാണ് വന്നിട്ടുള്ളത്. എന്താണ് ഡിഫറൻസ് ഉള്ളത്? 0 ഇൻക്ലൂഡ് ചെയ്ത നമ്പറാണ് അല്ലേ? നമ്മൾ 0 ഇൻക്ലൂഡ് ചെയ്ത നമ്പറിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. 0 ഇൻക്ലൂഡ് ചെയ്ത നമ്പർ ആണെങ്കിൽ എന്താണ് പ്രത്യേകത? സാധാരണ പോലെയല്ല നമ്മൾ ചെയ്യേണ്ടത്, കുറച്ച് മാറ്റമുണ്ട്. ഓക്കെ, ടീച്ചർ ഇവിടെ ചെയ്ത് കാണിക്കാം. 1 സെക്കൻഡ്. ഇനി 0 ഉണ്ടെന്ന് മാത്രമല്ല, ഒരു വ്യത്യാസമുണ്ട്. 0 എവിടെയായിരിക്കണം?
100 പ്ലേസിലായിരിക്കണം. അപ്പൊ നമുക്ക് 4 ഡിജിറ്റ് ആയതുകൊണ്ട് ഏതൊക്കെ പ്ലേസ് ഉണ്ടാവും? 1000 പ്ലേസ് ഉണ്ടാവും, ദെൻ 100 പ്ലേസ് ഉണ്ടാവും, ദെൻ ടെൻസ് പ്ലേസ് ഉണ്ടാവും, ആൻഡ് വൺസ് പ്ലേസ് ഉണ്ടാവും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി മെയ്ഡ്. സോ 4 ഡിജിറ്റ് നമ്പർ ആണ്, അണ്ടർലൈൻ ദാറ്റ് വേർഡ്. 4 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ദ ഡിജിറ്റ്സ്. ഏതൊക്കെ ഡിജിറ്റ്സ് ആണ്? 0, 1, 2, 3 വിത്ത് 0 ഇൻ ദ 100 പ്ലേസ്. ഏത് നമ്പർ ആയിക്കോട്ടെ, 0 ആയിരിക്കണം 100 പ്ലേസിൽ. അപ്പൊ ഇവിടെ എത്ര ചാൻസ് ഉണ്ട്? ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ 100 പ്ലേസിൽ ഒരു ചാൻസേ ഉള്ളൂ. 1000 പ്ലേസിൽ നമ്മൾ എഴുതാൻ പോവാണ്, 0 ഓൾറെഡി ഇട്ടു, ബാക്കി എത്ര നമ്പേഴ്സേ ഉള്ളൂ? 3 നമ്പേഴ്സ് ഉള്ളൂ. സോ 3 ചാൻസ് ഉണ്ട്. സോ 3 അവിടെ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടെൻസിൽ എത്ര ചാൻസ് ഉണ്ട്? ബാക്കി 2 ചാൻസ്. 1ലാണെങ്കിൽ 1 ചാൻസ്. അപ്പൊ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? 3 ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 1. സോ ആൻസർ എത്ര വരും? ആൻസർ എത്ര വരും? യെസ്, 3 ഇൻറ്റു 1 3, 3 ഇൻറ്റു 2 6, 6 ഇൻറ്റു 1 6. സോ 6 നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് ഫോം ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ എഴുതി പഠിക്കാം, എഴുതി ശീലിക്കുക കേട്ടോ. പെട്ടെന്ന് അങ്ങ് ചാടി കയറി 4 ഡിജിറ്റ് നമ്പർ ആണ്, സോ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അങ്ങനെ എഴുതരുത്. പ്രത്യേകിച്ച് ഇവിടെ ക്വസ്റ്റ്യൻ നോക്കണം, 0 ഇൻ ദ 100 പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എപ്പോഴും 0 ആണ് 100 പ്ലേസിൽ ഉണ്ടാവുക, ബാക്കി പ്ലേസസ് ആണ് ചേഞ്ച് വരിക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, എത്ര സബ് ക്വസ്റ്റ്യൻ ആണ് ഒരു ഒറ്റ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്? 5 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ടീച്ചർ ഇപ്പൊ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻസ് വായിക്കുക, ആവശ്യമുള്ള ടേംസ് അണ്ടർലൈൻ ചെയ്യുക, എന്നിട്ട് വേണം ആൻസർ ചെയ്യാൻ. ചാടി കയറി ആൻസർ ചെയ്യരുത്. നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കണം എന്നില്ല ക്വസ്റ്റ്യൻ. സോ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ 2-3 പ്രാവശ്യം റീഡ് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ടീച്ചർ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത സെക്ഷനിൽ ചെയ്യും. ഓക്കെ, സോ താങ്ക് യു. പഠിക്കുക, എഴുതി പഠിക്കുക കേട്ടോ, ചെയ്ത് പഠിക്കുക. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ ഒന്നുകൂടെ തരാം. അപ്പൊ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.